നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു സ്ക്രീൻഷോട്ട് ബേസ്ഡ് വീഡിയോ ആണ്. അതായത് കൈരളി ന്യൂസിൻ്റെ ഒരു പോസ്റ്റാണ്. കൈരളി ന്യൂസ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് റഹീമിൻ്റെ അഭിപ്രായവുമായി ബന്ധപ്പെട്ടതാണ്. റഹീം പറഞ്ഞിരിക്കുന്നത് ധവളപത്രം എന്നത് എന്തോ ആണ്, ഏതോ ആണ് എന്നാണ്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ റഹീമിന് അറിയാതിരിക്കാം റഹീം എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. എന്നാൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതിനാണ് ജനങ്ങൾ ഇത്രയും കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഒരു കമൻറ്റുകൾ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റുകളില്ല. നിരവധി കമൻറ്റുകൾ റഹീമിനെ വിമർശിച്ചുകൊണ്ടും ഒക്കെയുള്ള കമൻറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് റഹീം അവസരം കൊടുക്കരുതായിരുന്നു. കാരണം കൃത്യമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം. നേതാവിൻ്റെ ഭാഷ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയാവണം. നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നവരായിരിക്കണം. ജനങ്ങൾക്ക് നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിയണം. ഇത്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ ഈ കൈരളി ന്യൂസ് തന്നെ ചിന്തിക്കണം. ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു പ്രചരണ വിഭാഗമാണിവർ. ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലൂടെ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് പോസ്റ്റിട്ട വ്യക്തിക്കും പറഞ്ഞയാൾക്കും എന്താണെന്നറിയില്ല. പിന്നെ ഇത് ജനങ്ങളിതിങ്ങനെ മനസ്സിലാക്കും. ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഇതിനെ വിമർശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു നേതാവ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് പറയുക എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിരന്തരം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും. റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീം കുറേ നാളുകളായിട്ട് ഇത്തരം വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ റഹീമിന് സ്വയം നന്നാവണമെന്ന് ഒരു തോന്നലില്ല എന്നാണ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായത്. ചിലപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ചിന്തിക്കാം റഹീമിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണോ ഇതെന്ന്. അല്ല, റഹീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി ഉള്ള സാങ്കേതികമായിട്ടുള്ള ജ്ഞാനമുള്ള ആൾക്കാരല്ല ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഒരു വ്യക്തി നിരന്തരമായിട്ട് ഇങ്ങനെ എയറിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അല്പം സഹാനുഭൂതി തോന്നാം. അപ്പോൾ ആ സഹാനുഭൂതിയുടെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് ഇനിയെങ്കിലും നന്നാവാനൊന്ന് ശ്രമിക്കാം. ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന വളരെയേറെ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. അപ്പം ഇത്തരത്തിലുള്ള ഒരു നേതാവ് ഇങ്ങനെ അപഹാസ്യനാവുന്നത് ആരുടെ കുഴപ്പമാണ്? എന്തായാലും നമ്മുടെ റഹീം സഖാവിൻ്റെ ഇത്തരത്തിലുള്ള നവ ലിബറൽ ആശയങ്ങളും ഐഡിയകളും ഒക്കെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും വരട്ടെ, പറന്ന് നടക്കട്ടെ, എയറിൽ നടക്കട്ടെ. എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.